അപ്പോൾ ഞാൻ ഇപ്പോൾ നോമ്പൊക്കെ ആണല്ലോ, അപ്പോൾ ഈ ചെറുനാരങ്ങ ഇങ്ങനെ ജ്യൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതെല്ലാം കഴുകി എടുത്ത് വെച്ചതാണ്. ഇനി ഇതൊക്കെ കട്ട് ചെയ്തിട്ട് എല്ലാറ്റിൻ്റെ നീരും ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കുകയാണ്. ഇതിന് മുന്നേ വേറൊരു തരം വീഡിയോ ഞാൻ ഇട്ടിരുന്നു, അപ്പോൾ അതിൻ്റെ പോലെ തന്നെയാണ് ഈ വീഡിയോയും. അപ്പോൾ ഞാൻ ഇതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്ത് നീരൊക്കെ എടുത്തിട്ട് വരാം. ഇപ്പോൾ ചെറുനാരങ്ങ നമുക്ക് 2 കപ്പാണ് കിട്ടിയിട്ടുള്ളത്. ഇത് ഇമ്മലുണ്ട് അളവ് 2 കപ്പെന്ന്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ക്ലാസ്സിൽ എന്തെങ്കിലും അളക്കെന്ന് വെച്ചാൽ അതിൽ നിങ്ങൾക്ക് അളന്നെടുക്കാം. അപ്പോൾ ഞാൻ 4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതേമാതിരി ചെറുനാരങ്ങൻ്റെ നീരെടുത്ത തോലാണിത്. ഇത് ഫ്രിഡ്ജിൽ ഇങ്ങനെ വെച്ചാലും ഫ്രിഡ്ജിൽ നല്ലൊരു വാസന ഉണ്ടാവും. ഫ്രിഡ്ജിൽ തന്നെ ഇരുന്ന് ഉണങ്ങും ചെയ്യും. വെയിലത്ത് വെച്ച് ഉണക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് അത് അച്ചാറാക്കി എടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾ മന്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉണങ്ങിയ തോല് അതിലിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തേക്കണ അച്ചാറാക്കിയിടാൻ വിചാരിച്ചിട്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഉപ്പിട്ടുകാണ്ട് വെച്ചാലും നിങ്ങൾക്ക് അച്ചാറാക്കി എടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ, ഉണങ്ങിയ നാരങ്ങ തോലിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. വേണ്ടവർ ഞാൻ അതിൻ്റെ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടോ. അതാണ്. പിന്നെ നമുക്ക് വേണ്ടത് സിട്രിക് ആസിഡാണ്. ഇപ്പോൾ ഞാൻ 2 വിധം കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഉരുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. പച്ച വെള്ളമാണ് കേട്ടോ ഒഴിക്കണത്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ നമുക്കൊരു തരി ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇത് കരൻ്റെ അടുപ്പുമേലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാഞ്ഞാൽ അടി പിടിക്കും. ഒരു തരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കൂടുതലൊന്നും വേണ്ട, മധുരമുള്ളതാണ്. ഇപ്പോൾ ജ്യൂസൊക്കെ എപ്പോഴും ഒരു തരി ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാട്ടോ. അപ്പോൾ പഞ്ചസാരയൊക്കെ നല്ലവണ്ണം ഉരുകിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് 1 കിലോ ചെറുനാരങ്ങ കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കണ്ട ചെറിയ ഒരു ടീസ്പൂണ് സിട്രിക് ആസിഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു. ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുക ഒരുപാട് ഒന്നും ഇരിക്കൂല. ഞാനിപ്പോൾ ഇത് പുറത്ത് തന്നെയാണ് വെക്കാൻ പോണത്. ഇപ്പോൾ നോമ്പൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് ദിവസം ആവശ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് ഇപ്പോൾ ഉണ്ടാക്കാൻ തന്നെ കാരണം ഇന്നലെയൊക്കെ നാരങ്ങ ജ്യൂസ് പുഴിഞ്ഞ് വെച്ചപ്പോൾ കയ്പ്പ് രസം വന്നിരുന്നു. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ആ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അത് പുറത്ത് തന്നെ വെക്കും ചെയ്യാൻ വിചാരിച്ചിട്ടാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ വർഷങ്ങളൊന്നും ഉണ്ടാവില്ല, എടുത്ത് വെക്കാൻ മാത്രം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് സിട്രിക് ആസിഡ് ഇടാതെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ, ചൂടാറിയ സമയത്ത്. പിന്നെ ഇതിലേക്ക് ഏത് കളറാണ് വേണ്ടിച്ചാൽ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഏത് കളറും ചേർക്കാം. പക്ഷേ എപ്പോഴും ഇതിക്ക് വെറൈറ്റി ആകുന്നത് മഞ്ഞയും പച്ചയായിരിക്കും. കണ്ട ഇങ്ങനെ നല്ലവണ്ണം തിളച്ച് വന്നതിന് ശേഷം 2 മിനിറ്റും കൂടി ഇളക്കി തിളപ്പിച്ച് കൊടുക്കുക. തൂവി പോവാതെ നോക്കണം. പഞ്ചസാര വെന്ത് വരുമ്പോഴാണ് ഇതേപോലെ തിളച്ച് വരിക. അപ്പോൾ കണ്ട പിന്നെ നമുക്കിത് അടുപ്പ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചെറുനാരങ്ങൻ്റെ നീരൊഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്തിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. ഇത് ഞാൻ കുരു അരിച്ചെടുത്തതാണ്, അരിപ്പിലേക്ക് തന്നെ പിഴിഞ്ഞതാണ്. നിങ്ങൾക്ക് കുരുവോടെ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഒന്ന് ചൂടാറട്ടെ. അതിന് ശേഷം ഞാൻ 2 വിധം കളർ മിക്സ് ചെയ്യാനാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് അത് ചെയ്യാം. അപ്പോൾ ഹാഫ് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2ലേക്കും കളർ ചേർത്ത് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫുഡ് കളറാണ് ഇട്ടത്. നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ ആ കളർ തന്നെ ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം നല്ലവണ്ണം ചൂടാറട്ടെ. അതിന് ശേഷം നമുക്ക് ബോട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കാം.
ഫ്രൂട്ടിയൊക്കെ ഉണ്ടാക്കുന്ന കളറാണ്. കളർ നിങ്ങൾക്ക് എത്ര വേണ്ടിച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ 1 കിലോ നാരങ്ങ കൊണ്ടാണ് ഞാൻ ഇത്ര ജ്യൂസ് ഉണ്ടാക്കി വെച്ചത്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ശ്രദ്ധയിൽ നിന്ന് വിട്ടു പോയതാട്ടോ. 2 കപ്പ് ചെറുനാരങ്ങ നീരായിരുന്നു ഞാൻ ഇതിലുണ്ടായിരുന്നത്. അപ്പോൾ 2 കപ്പിന് പിന്നെ 8 കപ്പ് പഞ്ചസാര വേണം. ഞാൻ ശ്രദ്ധയിൽ നിന്ന് വിട്ട് പറഞ്ഞതാണ്. 1 കപ്പിനുള്ള ഓർമ്മക്കാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത്ര പിന്നെ നിങ്ങൾ 1 ഗ്ലാസ് ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതേപോലത്തെ ഒരു ഗ്ലാസ് ജ്യൂസാണ് നിങ്ങളടുത്തുള്ളതെന്നുണ്ടെങ്കിൽ 4 ഗ്ലാസ് പഞ്ചസാര വേണം. അതിൽ പിന്നെ ഞാൻ 2 ഗ്ലാസ് വെള്ളം 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് പഞ്ചസാര ഉരുക്കിയെടുത്തിട്ടുള്ളത്. ഏറ്റവും കുറഞ്ഞ വെള്ളത്തിൽ നിങ്ങൾക്ക് ഉരുക്കിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ 1 കുപ്പി തന്നെ 2 ജ്യൂസ് ഒഴിക്കാൻ പറ്റും. അപ്പോൾ തിക്കായിരിക്കും. അപ്പോൾ നമുക്ക് എടുക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കുറച്ച് ലൂസിലാക്കിയത്. അപ്പോൾ ഇതാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്ത ജ്യൂസ്. അപ്പോൾ ഈ 1 കിലോ ജ്യൂസ് കൊണ്ടാണ് നമ്മൾ ഇത്ര ഇതുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഞാൻ പറഞ്ഞല്ലോ അച്ചാറിടുകയോ ഉപ്പിലിടുകയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.